ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ച രാജ്യങ്ങൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസിൽ അമേരിക്ക സഹായിക്കാൻ വരില്ലെന്നും ആവശ്യമെങ്കിൽ എണ്ണ നേരിട്ട് വന്നെടുക്കൂ എന്നും UK അടക്കമുള്ള രാജ്യങ്ങളെ ട്രംപ് വെല്ലുവിളിച്ചു. ബുദ്ധിയുണ്ടെങ്കിൽ ഇറാൻ അമേരിക്കയുമായി കരാറിലെത്തുമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും പ്രതികരിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്താനുള്ള നിയമത്തിന് ഇറാൻ പാർലമെന്ററി കമ്മിറ്റി ഇന്ന് അംഗീകാരം നൽകി. ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ച UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെയാണ് ട്രംപ് രൂക്ഷമായി പ്രതികരിച്ചത്. ഹോർമുസിൽ കുറച്ച് ധൈര്യം കാണിക്കുമെന്നും അമേരിക്ക നിങ്ങളെ സഹായിക്കാൻ വരില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു, ആവശ്യമെങ്കിൽ എണ്ണ നേരിട്ട് വന്ന് എടുക്കുമെന്നും ട്രംപ് വെല്ലുവിളിച്ചു. ഇറാൻ യുദ്ധം തുടരാൻ സാധ്യത കുറവെന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പ്രതികരിച്ചത്. ബുദ്ധിയുണ്ടെങ്കിൽ ഇറാൻ അമേരിക്കയുമായി കരാറിലെത്തും. ഇറാൻ കരാറിലെത്തിയില്ലെങ്കിൽ യുദ്ധം കൂടുതൽ തീവ്രമാകുമെന്നും പ്രതിരോധ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി. ട്രംപ് മുൻപത്തെ പ്രസിഡന്റുമാരെ പോലെയല്ലെന്നും പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിച്ചു കാണിക്കുമെന്നും പീറ്റ് ഹെക്സത്ത് പറഞ്ഞു. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്താനുള്ള നിയമത്തിന് ഇറാൻ പാർലമെന്ററി കമ്മിറ്റി അംഗീകാരം നൽകി. എന്നാൽ കപ്പലുകളുടെ തീരുവ എത്രയായിരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും എണ്ണക്കിണറുകളും അമേരിക്ക ഇല്ലാതാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതിനിടെ ഇറാന്റെ ഉന്നത ജനറൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി IRGC സ്ഥിരീകരിച്ചു. സൈന്യത്തിന്റെ മേജർ ജനറലും ജനറൽ സ്റ്റാഫ് ഓഫ് ചീഫിന്റെ ഉപദേഷ്ടാവുമായ ജംഷിദ് എർഷാഗിയാണ് കൊല്ലപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.